ഈ UDF അധികാരത്തിൽ വന്നാൽ ആരാകും മുഖ്യമന്ത്രി എന്നൊരു വിഷയത്തിൽ ലീഗ് അഭിപ്രായം പറയാൻ പാടില്ലായിരുന്നു എന്നാണല്ലോ SNDP നേതാവ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. എന്താണ് ഇതേക്കുറിച്ച് ആഗ്രക്ക് പറയാനുള്ളത്? അങ്ങനെ പറയാൻ വെള്ളാപ്പള്ളിക്ക് എന്താണ് അധികാരം എന്നാണ് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്. ഈ ലീഗ് ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് കരുതിയിട്ട് UDF ഭരണം വന്നാല് ലീഗ് ഭരിക്കുമെന്നും അതേപോലെ തന്നെ ഈ മാറാട് ആവർത്തിക്കുമെന്നൊക്കെ പറയുന്ന വെള്ളാപ്പള്ളിയുടെ മാനസികാവസ്ഥയ്ക്ക് ഈ കാര്യമായ എന്തോ തകരാറുണ്ട് എന്നാണ് എന്തായാലും ഞാൻ കരുതുന്നത്. ഈ കോൺഗ്രസിൽ ആരാണ് മുഖ്യമന്ത്രി ആകേണ്ടതെന്ന് ഘടകകക്ഷിയിൽപ്പെട്ട ലീഗിലുള്ള ആളുകൾക്ക് മാത്രമല്ല ഏതൊരു ചെറിയ ഘടകകക്ഷിക്കും പറയാം. അതവരുടെ അവകാശം തന്നെയാണ്. എന്നാൽ ആരെ മുഖ്യമന്ത്രി ആക്കണമെന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആയിരിക്കും, അതല്ലാതെ മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വമല്ല. ഇതറിയാമായിരുന്നിട്ടും വെള്ളാപ്പള്ളി ഓരോന്നിങ്ങനെ വിളിച്ചു പറയുന്നത് അദ്ദേഹത്തിന്റെ സങ്കുചിത താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതൊക്കെ തിരിച്ചറിയാനുള്ള ബോധം ഈ രാഷ്ട്രീയ കേരളത്തിനുണ്ട് എന്നത് വെള്ളാപ്പള്ളി മനസ്സിലാക്കുന്നത് എന്തായാലും നല്ലതാണ്. ഇടതുപക്ഷം കേരളത്തിൽ തോൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാന ഘടകവും ഇതേ വെള്ളാപ്പള്ളി തന്നെയാകുമെന്നതാണ് എൻ്റെ ഒരു ടേക്ക്. ന്യൂനപക്ഷങ്ങൾക്കെതിരെയും അതേപോലെ തന്നെ ന്യൂനപക്ഷ സംഘടനകൾക്കെതിരെയും വിദ്വേഷ പ്രസംഗം നടത്തി ഈ വെള്ളാപ്പള്ളി എടുത്ത് ചുമലിൽ വെച്ചതാണ് പിണറായി സർക്കാരിനെതിരെ ന്യൂനപക്ഷ വികാരം ഉയരാൻ പ്രധാന കാരണം. ഇങ്ങനെയുള്ള ഒരാളെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക കാറിൽ കയറ്റിക്കൊണ്ടുപോയതും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. ഇതൊക്കെ സമൂഹത്തിന് നൽകുന്ന സന്ദേശത്തിന്റെ റിസൾട്ട് കൂടിയാണ് മെയ് 4 വരാൻ പോകുന്നത്. ബാക്കി എന്തായാലും നമുക്ക് മെയ് 4 ശേഷം ചർച്ച ചെയ്യാം.